പോറ്റിയെ കയറ്റിയതാരപ്പാ അടൂർ പ്രകാശേ അയ്യപ്പ അടൂർ പ്രകാശ് എവിടെയപ്പാ SITയുടെ മുന്നിൽ എത്തിയപ്പാ. ഇതാണ് അവസ്ഥ. ഒടുവിൽ അമ്പലം വിഴുങ്ങികളിലേക്ക് SIT എത്തിയിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം നിയമസഭ പിരിഞ്ഞ ദിവസം ഇവർ ഒരു ഫ്ലെക്സ് അടിച്ച് സ്വയം ട്രോളുമായിട്ട് ഇറങ്ങിയിരുന്നു. ദേ നോക്കിയേ, അമ്പലക്കള്ളന്മാർ ആരാണ്? അവർ സ്വയം തന്നെ അവരെ വിളിക്കുകയാണ്, ഞങ്ങളാണ് അമ്പലക്കള്ളന്മാർ എന്ന പേരിൽ ഫ്ലെക്സ് ഒക്കെ അടിച്ചു വെച്ചിട്ട് നിയമസഭയുടെ 2 ദിവസം അയ്യപ്പന്റെ പേരിൽ മുടക്കിയിട്ട് അങ്ങ് പോകാം, അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു യാത്രയൊക്കെ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്നാണ് കരുതിയത്. അയ്യപ്പൻ വിടൂ. അന്ന് തന്നെ നിയമസഭയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഒരാളെ തലയും കുത്തി വീഴുന്ന രംഗമുണ്ടായി. വെറുതെ വീണതാണ്, അയ്യപ്പൻ തന്നെ കാലിടറി വീഴ്ത്തിച്ചതല്ലേ. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ഭരണം പിടിക്കാൻ യാത്ര തുടങ്ങിയതേ ഉള്ളൂ, അയ്യപ്പൻ ഒരു ശുഭലക്ഷണം അങ്ങ് കാണിച്ചു കൊടുത്തു. എന്താണ്? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യുകയാണ്. എന്തായാലും നേരത്തെ തന്നെ ഇത്തരത്തിൽ അടൂർ പ്രകാശിലേക്ക് എത്തും എന്ന ഒരു സൂചനയൊക്കെ ഉണ്ടായിരുന്നു. വലിയ തരത്തിൽ ഇടതുപക്ഷം അത് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട്. പല പരിപാടികളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇത്തരത്തിൽ ഇടപെട്ടിട്ടുണ്ട്, ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട്, വളരെ അടുത്ത ബന്ധമുണ്ട്. അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയിലേക്ക് എത്തിച്ചതടക്കം അടൂർ പ്രകാശാണ് എന്ന തരത്തിലുള്ള ആരോപണമൊക്കെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ SIT അതിനിർണായകമായ ഒരു നീക്കം ഈ കേസിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ്, ഇപ്പോൾ UDFന്റെ കൺവീനർ ആയിരിക്കുന്ന അടൂർ പ്രകാശിനെ സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ SIT ചോദ്യം ചെയ്യുകയാണ്. SITയുടെ എന്താ കരുതിയേ? ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രി വരെയൊക്കെ അവസാനിച്ചു. ഞങ്ങൾ ആ കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായിരുന്നു, കമ്മീഷൻ പറ്റിയവരാണെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്തു? കടകംപള്ളിയുടെ പേരും പത്മകുമാറിന്റെ പേരും വാസുവിന്റെ ഒക്കെ പേര് പറഞ്ഞ് ഞങ്ങൾ സേഫായി എന്നാണ് കരുതിയിരുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ എന്താണ് സംശയം പ്രകടിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സത്യാവസ്ഥ ഞങ്ങളിലേക്ക് വരരുത്. കാര്യം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു കേസ് എങ്ങനെ, സ്വർണം കട്ട കേസ്, ആ സ്വർണം കട്ട കേസിലെ പ്രതികളാക്കപ്പെട്ടവർ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, 3 പേർ. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രി സ്വർണം എടുത്തു കൊടുക്കുന്നു, ഇത് വിൽക്കാൻ വേണ്ടി നേരെ എവിടെ എത്തി? ബെല്ലാരിയിലെത്തി. ബെല്ലാരിയിൽ ആരെടുത്താണ് എത്തിയത്? ഗോവർദ്ധൻ എന്ന സ്വർണ്ണ കച്ചവടക്കാരൻ്റെ അടുത്ത്. ആ സ്വർണ്ണ കച്ചവടക്കാരൻ ആരുടെ കൂടെയാണ്? ഈ സ്വർണ്ണ ഉരുക്കുന്ന അവിടുത്തെ ഒരു സ്ഥാപനമുണ്ടല്ലോ, പേര് പെട്ടെന്ന് മറന്നുപോയി, അതിന്റെ ഓണറായിട്ടുള്ള പങ്കജ് ഭണ്ഡാരി. ഇവരെ 3 പേരെയും SIT അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ 3 പേരും ഒരുമിച്ച് അടൂർ പ്രകാശിനോടൊപ്പം സോണിയാഗാന്ധിയുടെ വീട്ടിലുണ്ടാവുകയാണ്.